വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അവിടെ നിന്നാണ് ഒരു ചെറുപ്പക്കാരനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. ആ മനുഷ്യന്റെ പേര് അബ്രഹാം. അബ്രഹാമിനെ ദൈവം വിളിച്ചത് അവനെ ഒരു രാജ്യമാക്കി മാറ്റാനാണ്. നിന്റെ പട്ടണത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്ത് നീ ഒരു അത്ഭുതമായി തീരേണ്ടതിന് ഒരു രാജ്യമാക്കാനാ വിളിച്ചേ. പക്ഷെ കൂടെ ഉള്ളത് ഒരു ഭാര്യ, കൂടെ ഉള്ളത് ഒരു കസിൻ ബ്രദർ. ഇത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവരെ കൊണ്ട് എന്നാ കാണിക്കാനാ? പക്ഷേ വിളി കേട്ട അബ്രഹാമിനൊരു കാര്യം അറിയാം, വിളിച്ചത് ദൈവമാണോ അവൻ അത്ഭുതങ്ങളെ ചെയ്യാനിടയാകും. ഓരോ ദിവസവും കഴിയും തോറും ദൈവത്തിൻ്റെ ദൂത്, ഞാൻ നിനക്ക് മണൽത്തരി പോലെ സന്തതി തരും, ആകാശത്തിലെ നക്ഷത്രം പോലെ സന്തതിയെ തരും, നീ ഒരു രാജ്യമാകും, നീ ഒരു അനുഗ്രഹമാകും. കർത്താവ് വിളിച്ചിറക്കിയ മനുഷ്യനെ ഒരു അനുഗ്രഹമാക്കാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ആദ്യമേ ഞാൻ പറയാം, നിന്നെ വിളിച്ചത് ഒരു അനുഗ്രഹമായിരിക്കാനാണ്. ഇന്നലെ വരെ നീ ഒരു ശാപമായിരിക്കാം, ഇന്നലെ വരെ നീ തൊട്ടത് മുഴുവനും പരാജയമായിരിക്കാം, ഇന്നലെ വരെ ചെന്നു കയറിയിടമെല്ലാം നീ ശാപം കണ്ടവനായിരിക്കാം. പക്ഷെ ഇന്നുകൊണ്ട് നിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു, അവന് ദൈവം ഒരു മകനെ കൊടുത്തു. മോന്റെ പേരെന്താണ്? ഇസഹാക്ക്. ഇസഹാക്കിന് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തു. പേരെന്താണ്? ഏശാവും യാക്കോബും. അങ്ങനെ ദൈവം ആ കുടുംബത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. യാക്കോബിന് ദൈവം 12 3 13 കുഞ്ഞുങ്ങളെ കൊടുത്തു. അവരങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവരിൽ ഒരു മകനെ, യോസഫിനെ, അവൻ്റെ സഹോദരന്മാര് ചതിയിലൂടെ വിറ്റു, മിസ്രൈമിലേക്ക് അയച്ചു. ഒരു അടിമയാക്കി അവനെ വലിച്ചോണ്ട് മിസ്രൈമിൽ പോയി. പക്ഷെ ദൈവം അവൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവൻ്റെ ചങ്ങലകളെ ദൈവം അഴിച്ചു. അവനെ വലിയ അധികാരത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇന്ന് പകൽ നിന്റെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും നിന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് നീ അതിനകത്ത് അത്ഭുതങ്ങൾ കാണുമെന്നുള്ളത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞാട്ട്. അടിമയായിട്ട് ഈജിപ്തിലേക്ക്, ഇന്നത്തെ ഈജിപ്തിലേക്ക്, മിസ്രൈമിലേക്ക് വലിച്ചോണ്ടു പോയവൻ തിരിച്ചൊരു വരവ് വന്നു. സൈക്കിളിലല്ല അവൻ വന്നത്, രാജകൊട്ടാരത്തിലെ കൊടിവച്ച രഥങ്ങളുടെ മേൽ അവൻ വാഹനമേറിയ ദേശത്തേക്ക് വന്നു. ദൈവം ആ പട്ടണത്തിൽ അവനെ ഉയർത്തി. വലിയ ഒരു പൊസിഷൻ ദൈവം അവനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പനെയും അമ്മയും, ഏതാ അബ്രഹാമിൻ്റെ മക്കളെ 70 പേരെ അവൻ ആ ദേശത്ത് പാർപ്പിച്ചു. അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ലാൻഡ് കൊടുത്തു. അവർ 70 പേരായി അവിടെ നിന്നെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് അവൻ വർദ്ധിക്കാൻ തുടങ്ങി. ചിലരോട് ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നിങ്ങൾ വർദ്ധിക്കാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷകൾ വർദ്ധിക്കാൻ പോകുകയാണ്. നിന്റെ കൃപാവരങ്ങൾ വർദ്ധിക്കാൻ പോകുകയാണ്. നിന്റെ തലമുറ വർദ്ധിക്കാൻ പോകുകയാണ്. ആവർത്തന പുസ്തകം 1:11 പറയുന്നത് പോലെ ഇപ്പോഴുള്ളതിന്റെ 1000 മടങ്ങാക്കി ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു.